വാൾ സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് പ്രകാരം മെയ് 14-ന് ബെയ്ജിംഗിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നിശ്ചയിച്ചിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ഇറാൻ സംഘർഷം കാരണമാണ് ചൈനയുമായുള്ള ഈ ചർച്ചകൾ നേരത്തെ മാറ്റിവെച്ചത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെന്ന് പാകിസ്ഥാന്റെ ഉന്നത നയതന്ത്രജ്ഞർ വ്യക്തമാക്കുകയും ചെയ്തു. വാഷിംഗ്ടണും ടെഹ്റാനും വ്യത്യസ്തമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യത്തിലും ചർച്ചകൾ സജീവമാണെന്നാണ് റിപ്പോർട്ട്. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഈ ചർച്ചകൾക്കിടയിലും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ നേവി തലവൻ കമാൻഡർ അലിറേസ തങ്സീരിയെ വധിച്ചതായി ഇസ്രായേൽ വ്യാഴാഴ്ച അറിയിച്ചു. ഹോർമോസ് കടലിടുക്ക് വഴി കപ്പലുകൾ കടന്നുപോകുന്നത് തടഞ്ഞ ബോംബ് ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം തങ്സീരിക്കാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് വ്യക്തമാക്കി. ഈ ആക്രമണം ഇറാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്കുള്ള വ്യക്തമായ സന്ദേശമാണെന്നും ഇസ്രായേൽ സൈന്യം അവരെ വേട്ടയാടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കടുംപിടുത്തം തുടരുന്ന ഇറാൻ ഭരണകൂടത്തെ വഴിക്ക് കൊണ്ടുവരാൻ US പ്രസിഡന്റിന്റെ അന്ത്യശാസനമുണ്ട്. ഇറാന്റെ വിചിത്ര മനസ്കരായ നേതാക്കൾ ഉടൻ ഗൗരവകരമായ നിലപാട് സ്വീകരിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇറാനെതിരെ അവസാന പ്രഹരം ഏൽപ്പിക്കാൻ കരസേനാ നീക്കത്തിന് പെന്റഗൺ തയ്യാറെടുക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. തർക്കം അവസാനിപ്പിക്കാൻ ഒരു കരാറിനായി ടെഹ്റാൻ ഇരന്നുകൊണ്ടിരിക്കുകയാണെന്ന് ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ പുറം ലോകത്തോട് തങ്ങൾ US നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് മാത്രമാണ് ഇറാൻ പറയുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാകിസ്ഥാൻ വഴി US കൈമാറിയ സമാധാന നിർദ്ദേശം ഇറാൻ തള്ളിയതിനു പിന്നാലെയാണിത്. വളരെ വൈകുന്നതിന് മുൻപ് അവർ കാര്യങ്ങൾ ഗൗരവമായി കാണുന്നതാണ് നല്ലത്. കാരണം ഒരിക്കൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്കുണ്ടാകില്ല. അതൊട്ടും ഭംഗിയുള്ളതാകില്ല. ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ഇറാൻ സൈനികമായി തകർക്കപ്പെട്ടെന്നും ഇനി ഒരു തിരിച്ചുവരവിന് അവർക്ക് യാതൊരു സാധ്യതയുമില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ചർച്ചാ സംഘം തികച്ചും വ്യത്യസ്തരും വിചിത്ര മനസ്കരുമാണ്. അവർ ഒരു കരാറിനായി ഞങ്ങളോട് ഇരന്നുകൊണ്ടിരിക്കുകയാണ്. സൈനികമായി അവർ തകർക്കപ്പെട്ട സാഹചര്യത്തിൽ അവർ അത് ചെയ്യേണ്ടതാണ്. എന്നാൽ പുറമെ അവർ പറയുന്നത് ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ പരിശോധിക്കുകയാണെന്ന് മാത്രമാണ്. ഇത് തെറ്റാണ്. വളരെ വൈകുന്നതിന് മുൻപ് അവർ ഗൗരവം കാണിക്കുന്നതാണ് നല്ലത്. കാരണം ഒരിക്കൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്കുണ്ടാകില്ല. അത് ഒട്ടും ഭംഗിയുള്ളതാകില്ല, പ്രസിഡന്റ് ട്രംപ് കുറിച്ചു. 4 ആഴ്ചയായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ അതീവ താൽപര്യം കാണിക്കുന്നുണ്ടെന്നും എന്നാൽ തങ്ങളുടെ തന്നെ ജനങ്ങളാൽ കൊല്ലപ്പെടുമോ എന്ന ഭയത്താലാണ് അവർ അത് പുറത്തു പറയാത്തതെന്നും വാഷിംഗ്ടണിൽ നടന്ന ഒരു ചടങ്ങിൽ ട്രംപ് കൂട്ടിച്ചേർത്തു. ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകാതിരിക്കുകയും ഹോർമോസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കുകയും ചെയ്താൽ യുദ്ധം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യതയെന്ന് ഈ മേഖലയുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. ഇതിനിടെ ട്രംപിന് വിജയം പ്രഖ്യാപിക്കാനോ സമാധാന ചർച്ചകളിൽ മേൽക്കൈ നേടാനോ സഹായിക്കുന്ന വിധത്തിലുള്ള സൈനിക നീക്കങ്ങൾക്ക് പെന്റഗൺ പദ്ധതിയിടുന്നതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ട്രംപ് വിട്ടുകൊടുക്കാതെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയ്ക്കാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായി എന്ന സൂചനയും നൽകിയിരിക്കുന്നത്. പക്ഷേ ഇറാൻ എത്രത്തോളം ഇതിന് തയ്യാറാകുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. രണ്ട് ഭാഗത്തു നിന്നും വലിയ തർക്കങ്ങളും അതുപോലെ തന്നെ യുദ്ധങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിത്.